ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK Simplified പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റിവർ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യൻ റിവർ സിസ്റ്റംസ്, ഇന്ത്യയുടെ നദികൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഈ നദികളെ സംബന്ധിച്ച് ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കണ്ടു. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ നദികൾ രണ്ടായിട്ട് തരംതിരിച്ച് അതിനെ ഹിമാലയൻ റിവേഴ്സ്, അതുപോലെ ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് ഇൻഡസ് റിവർ സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പൊ നമുക്കറിയാം ഹിമാലയൻ നദികളിൽ പ്രധാനമായിട്ടും സിന്ധു, ഗംഗ, യമുന, ഇതുപോലെ ബ്രഹ്മപുത്ര 3 അപ്പോൾ സിന്ധു നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ആ വീഡിയോയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ബ്രഹ്മപുത്ര തുടങ്ങിയാണ് കേട്ടോ. ബ്രഹ്മപുത്ര കൂടെ തീർത്തിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഗംഗയിലേക്ക് പോകുന്നത്. ക്ലിയർ? അപ്പൊ ശ്രദ്ധിക്കുക, ബ്രഹ്മപുത്ര തുടങ്ങുന്നത് ഇന്ത്യക്കകത്താണോ? അല്ല, ഇത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഭാഗമാണ് അല്ലെ, നേപ്പാൾ ഭാഗമാണ്, ഭൂട്ടാൻ ഭാഗമാണ്, ഇത് ടിബറ്റാണ്. ചെമയങ്തങ് ഗ്ലേഷ്യർ പലതവണ ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര തുടങ്ങുന്ന സ്ഥലം തെറ്റരുത്, ചെമയങ്തങ് ഗ്ലേഷ്യർ. അങ്ങനെ ചെമയങ്തങ് ഗ്ലേഷ്യറിൽ തുടങ്ങി. അപ്പൊ ഈ പ്രദേശം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് തുടങ്ങി ഇന്ത്യയിലേക്ക് ഒഴുകുന്ന 2 നദികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് നമ്മുടെ ചോദ്യമാണ്, നമുക്കത് കാണാം കേട്ടാ. ചെമയങ്തങ് ഗ്ലേഷ്യർ ഈ ഹിമാലയയിൽ തുടങ്ങി കിഴക്കോട്ട് ഒഴുകുമ്പോൾ ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ഈ നദിയുടെ പേരാണ് യാർലങ് സാങ്പോ. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള പേരാണ്. എന്താണ്? യാർലങ് സാങ്പോ. കിഴക്കോട്ട് ഒഴുകി ഒരു സുപ്രഭാതത്തിൽ ഒരു യൂ ടേൺ എടുക്കുന്നു, ഒരു സഡൻ യൂ ടേൺ. ഈ യൂ ടേൺ, ഈ വളവ് അറിയപ്പെടുന്നത് ദ ഗ്രേറ്റ് ബെൻഡ് എന്നാണ്. എന്താണ്? ദ ഗ്രേറ്റ് ബെൻഡ്. നമ്മുടെ ഹിമാലയൻ റിവേഴ്സിൽ ഇത്രയും ബെൻഡുള്ള ഒരു നദി നമുക്ക് വേറെ കാണാനില്ല. അപ്പൊ നമ്മളോട് ചോദിക്കാം, ദ ഗ്രേറ്റ് ബെൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ സിസ്റ്റം? അത് ബ്രഹ്മപുത്രയാണ്. എന്തുകൊണ്ടാണ് ഈ വളവ് എന്നുള്ളത് നമുക്ക് പഠിക്കാട്ടോ. അങ്ങനെ വളഞ്ഞ് ഇന്ത്യയിലേക്ക് കയറുന്നു, അരുണാചൽ, അസാം വഴി ഒഴുകുന്നു, ബ്രഹ്മപുത്ര എന്നുള്ള പേരിൽ ഒഴുകി ഈ വരുന്ന ഗംഗയുമായിട്ട് ചേരുന്നു. എവിടെ വെച്ചിട്ട്? ബംഗ്ലാദേശിൽ. രണ്ടും കൂടെ ചേർന്ന് ഒഴുകി മേഘ്നയായിട്ട് ഇവിടെ ഒരു റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് പടർന്നു നടക്കുന്ന റിവർ ഡെൽറ്റ, ഒരു വലിയൊരു നദീമുഖം ഉണ്ടാകുന്നത്. ഇതാണ് റഫ്ലി പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുത്രയുടെ കഥ. ഈ ഒഴുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, മൂപ്പരുടെ തുടക്കം എവിടെയാണ്? മൂപ്പരുടെ തുടക്കം എന്ന് പറയുന്നത് ടിബറ്റിലാണ്. ടിബറ്റിൽ തുടങ്ങുമ്പോൾ ആളുടെ പേരെന്താണ്? യാർലങ് സാങ്പോ അല്ലെങ്കിൽ യാർലങ് സാങ്ബോ. ഈ തുടങ്ങുന്ന സ്ഥലമില്ലേ, ഈ തുടങ്ങുന്ന സ്ഥലം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ സുഹൃത്തെ, ഇത് നേപ്പാൾ അല്ല, നേപ്പാളിന് മുകളിലുള്ള ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ, പ്രസന്റ്ലി കൺട്രോൾഡ് ബൈ ചൈന. ഈ ടിബറ്റിനകത്ത് അടുത്ത് തുടങ്ങുന്ന വേറെ നദികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം, അപ്പോഴൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഏതൊക്കെ നദികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞേ? സിന്ധു ഇന്ത്യക്ക് വെളിയിൽ തുടങ്ങി ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്നു. സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ്, ഇന്ത്യയിലല്ല തുടങ്ങുന്നത് ടിബറ്റിലാണ്. ഈ 2 നദികളും തുടങ്ങുന്ന ആ ഒരു പ്രദേശം, അതിനോട് ചേർന്ന് തന്നെയാണ് ബ്രഹ്മപുത്രയും തുടങ്ങുന്നത്. ഏത് ഭാഗം അത്? ടിബറ്റ് ഭാഗത്തുള്ള കൈലാസം, മൗണ്ട് കൈലാഷ്, അതുപോലെ തന്നെ മാനസരോവർ ലേക്ക്. മാനസരോവരം നമ്മൾ പറഞ്ഞില്ലേ, മാനസരോവരം, കൈലാസം, ഈ ഭാഗത്തുള്ള ഹിമാനികളിൽ നിന്നാണ് സിന്ധുവിന്റെ, സത്ലജിന്റെ, ബ്രഹ്മപുത്രയുടെ തുടക്കം. 2 ഇങ്ങോട്ട് ഒഴുകുമ്പോൾ 1 അങ്ങോട്ട് ഒഴുകുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഓൾറെഡി നമ്മൾ ഇൻഡസ് റിവർ സിസ്റ്റം പഠിച്ചതാണ് ഇല്ലേ. മാനസരോവരത്തിൽ തുടങ്ങുന്നു, ഇന്ത്യയിലൂടെ ഒഴുകുന്നു, ലഡാക്ക് വഴി ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നു, അറബിക്കടലിലേക്ക് പോയി ചേരുന്നു. ക്ലിയർ? സത്ലജിനെ പറ്റി നമ്മൾ പറഞ്ഞാണ്. സത്ലജ് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറിയാണ്, ഏറ്റവും വലിയ പോഷക നദിയാണ്, ലോങ്സ്റ്റ്. നമ്മൾ പറഞ്ഞാണല്ലേ, 5 നദികൾ വന്ന് ചേരുന്നു. അത് തുടങ്ങുന്ന എവിടെയാണ്? ഓർമ്മയുണ്ട? രക്ഷസ്ഥൽ. എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എന്നുള്ളത് നോക്കണം കേട്ടോ. ഇതും മാനസരോവരത്തിനോട് ചേർന്നിട്ടാണ്. അത് ഹിമാചൽ വഴി ഒഴുകി പഞ്ചാബ് വഴി ഒഴുകി സിന്ധുവുമായിട്ട് ചേർന്നു. 5 നദിയായിട്ട് നമ്മുടെ ചെനാബ്, അതിലേക്ക് കുറെ പോഷക നദികൾ. ചെനാബ് ഈസ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി, സത്ലജ് ഈസ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി, അതിലേക്ക് വന്ന് ചേരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രഹ്മപുത്രയാണ്. എവിടെ തുടങ്ങുന്നു? മാനസരോവരത്തിനടുത്ത് ചെമയങ്തങ് ഗ്ലേഷ്യറിൽ തുടങ്ങി എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. ഒഴുകി ഒരു സഡൻ യൂ ടേൺ എടുത്തിട്ട് എവിടെ പോയി കയറുന്നു? അരുണാചലിൽ പോയി കയറുന്നു. പിന്നീട് ഗംഗയുമായിട്ട് ചേർന്നു, ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഒരു സൈഡിൽ തുടങ്ങി 2 വശങ്ങളിലേക്ക് ഒഴുകുന്ന നദികൾ. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം, ബ്രഹ്മപുത്രയിലേക്ക് വരാം. ഞാൻ ഈ ഒറിജിൻ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സുഹൃത്തെ,
ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വീണ്ടും വെറുപ്പിക്കുന്നു. ബ്രഹ്മപുത്രയുടെ ഒറിജിൻ കൈലാസ പർവ്വതം, മൗണ്ട് കൈലാഷ്. മാനസരോവർ തടാകം എവിടെയാണ്? ടിബറ്റ്. ഇന്ന് ചൈന കൺട്രോൾ ചെയ്യുന്ന പ്രദേശമാണ് ചൈന. ബ്രഹ്മപുത്ര എന്നാണ് എല്ലാവരുടെയും പേര്. അത് നമ്മുടെ നാട്ടിലെ പേരല്ല, ബ്രഹ്മപുത്ര അല്ലെ. നമ്മുടെ സംസ്കൃതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ സിമിലാരിറ്റി കാണാൻ സാധിക്കും അല്ലെ. ആദ്യ കാലഘട്ടത്തിൽ ഋഗ്വേദത്തിലുള്ള നദികളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത, അസ്കിനി, പുരുഷനി, വിഭാസ, സുദൂദ്രി, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ ഓരോ പ്രദേശത്തും ഈ നദികൾക്ക് പേരുണ്ടായിക്കൂടെ? അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ദ റീജിയണൽ നെയിംസ്. ദ റീജിയണൽ നെയിംസ്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് തുടങ്ങുന്ന സ്ഥലത്ത് ടിബറ്റിൽ ഈ നദി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, യാർലങ് സാങ്പോ. സിമിലർ ആയിട്ട് സാങ്പോ റിവർ എന്ന് പറയാറുണ്ട് കേട്ടോ. ഒഴുകി 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 യാർലങ് സാങ്പോ ഒഴുകി 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 ഒരു സഡൻ ബെൻഡ്, കാരണം പഠിക്കാം, അരുണാചലിൽ കയറുന്നു. അരുണാചലിൽ അത് അറിയപ്പെടുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. ഈ അരുണാചലിൽ ഇത് അറിയപ്പെടുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. അരുണാചലിൽ നിന്നും അത് അസാമിലേക്ക് വരുന്നു. അസാമിൽ അത് അറിയപ്പെടുന്നത് ലൂയിറ്റ് നദി എന്നാണ്. ലൂയിറ്റ് നദി. റീജിയണൽ നെയിംസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ഹിമാലയ പർവ്വതനിരകളുടെ റീജിയണൽ നെയിംസ് ചോദിക്കില്ലേ? ഇപ്പോൾ പഞ്ചാബ് ഹിമാലയാസ്, കുമയോൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഏതൊക്കെ തമ്മിലോ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത് വരുന്നത്. അതുപോലെ ബ്രഹ്മപുത്രയുടെ റീജിയണൽ നെയിംസ് പഠിക്കണം. അങ്ങനെ ഒഴുകി ബംഗാളിലേക്ക് എത്തുമ്പോൾ അത് അറിയപ്പെടുന്നു സുഹൃത്തെ ജമുന. ജമുന പ്യാരിയുടെ ജമുനയാണ്, ഗംഗയിലേക്ക് ഒഴുകുന്ന യമുനയല്ല. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അപ്പോ ഒന്ന് കണ്ണടച്ച് ആലോചിച്ചേ. ടിബറ്റിൽ തുടങ്ങുമ്പോൾ യാർലങ് സാങ്പോ, അരുണാചലിൽ കയറുമ്പോഴത്തേക്കും സിയാങ് അല്ലെങ്കിൽ ദിഹാങ്. സിംഗ് എന്നോർത്താൽ മതി. പാട്ടും പാടി അരുണാചലിലേക്ക് കയറിയെന്ന് വിചാരിച്ചത്. അസാമിലേക്ക് പോകുമ്പോൾ ലൂയിറ്റ്, ബംഗാൾ ഭാഗത്തേക്ക് വരുമ്പോൾ ജമുന. എന്താ ബ്രഹ്മപുത്രയുടെ മൗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില സോഴ്സിൽ ബേ ഓഫ് ബംഗാൾ എന്ന് പറയും. അത് ശരിയുമാണ് തെറ്റുമാണ്. കാരണം ബ്രഹ്മപുത്രയും ഗംഗയും കൂടെ കൂടിച്ചേർന്നു. അങ്ങനെയാണത് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നത്. ഈ വരുന്ന ബ്രഹ്മപുത്രയും ഈ വരുന്ന ഗംഗയും കൂടെ ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേർന്ന് ഇവിടെ റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്നു. കേട്ടോ? ഈ അടുത്ത വാർത്തയിൽ വന്ന ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ഞാൻ ഇതും കണ്ടിട്ടുണ്ട്. ആങ്സി ഗ്ലേഷ്യർ. ഇതൊക്കെ ഹിമാലയൻ നദികളാണല്ലോ, ഗ്ലേഷ്യറിലാണല്ലോ തുടക്കം. ആങ്സി ഗ്ലേഷ്യർ, ചെമയുങ്തുങ് ഗ്ലേഷ്യർ. ഈ രണ്ടെണ്ണത്തിലെ ഏതാണ് ബ്രഹ്മപുത്രയുടെ തുടക്കം? ഇത് രണ്ടും നമുക്ക് PYQ വന്നിട്ടുണ്ട്. രണ്ടും അടുത്തടുത്തുള്ള ഗ്ലേഷ്യേഴ്സ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, സയന്റിഫിക്കലി സ്പീക്കിംഗ് ആങ്സി ഗ്ലേഷ്യർ ഈസ് ദ സോഴ്സ് ഓഫ് ബ്രഹ്മപുത്ര. ട്രഡീഷണലി നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ചു വന്നത് ചെമയുങ്തുങ് ഗ്ലേഷ്യർ ആണെന്നാണ്. പക്ഷെ ഇപ്പൊ പറയുന്നു ആങ്സി ഗ്ലേഷ്യർ ആണ്. പക്ഷെ ഇപ്പോഴും ഈ അടുത്തും പരീക്ഷയ്ക്ക് ഓപ്ഷൻ ആയിട്ട് നിന്നത് ചെമയുങ്തുങ് ഗ്ലേഷ്യർ ആണ്. ഓപ്ഷനിൽ ചെമയുങ്തുങ്ങും ആങ്സിയും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ആങ്സി ഗ്ലേഷ്യർ ആണ്. കേട്ടോ? കാലാകാലങ്ങളായിട്ട് നമ്മൾ വിചാരിച്ചത് ചെമയുങ്തുങ് ഗ്ലേഷ്യർ ആണ്. അതിനോട് ചേർന്ന് കാണുന്ന ആങ്സി ഗ്ലേഷ്യർ ആണ് ഇതിന് തുടക്കം. ഇതൊക്കെ അടുത്തടുത്താണല്ലോ. അപ്പൊ ഹൈഡ്രോളജിക്കലി ഇതൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് വറീഡാവുണ്ട്. രണ്ടും ഒരുമിച്ച് തരില്ല എന്നാണ് എന്റെ വിശ്വാസം. തന്നു കഴിഞ്ഞാൽ ആങ്സി ഗ്ലേഷ്യർ കൊടുക്കുക. കേട്ടല്ലോ? അപ്പൊ തുടക്കം ക്ലിയർ ആണ്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി നമ്മൾ എന്താ പഠിക്കണ്ടേ? ഈ യാത്രയിൽ ആളിലേക്ക് വന്നു ചേരുന്ന, ലെഫ്റ്റിൽ നിന്ന് വന്നു ചേരുന്ന ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, റൈറ്റിൽ നിന്ന് വന്നു ചേരുന്ന റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇവിടെ വരുമ്പോൾ ഇത് റൈറ്റ് ആവും, ഇത് ലെഫ്റ്റ് ആവും. അങ്ങനെ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്. അപ്പോ സിന്ധുവിന്റെ ഏരിയ പഠിച്ചപ്പോൾ എനിക്ക് ഒരു നല്ല കോഡ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. നിങ്ങളോട് കോഡ് ഉണ്ടാക്കി സഹായിക്കാൻ പറഞ്ഞു. കുറച്ചുപേരൊക്കെ സഹായിക്കാൻ നോക്കി, പക്ഷെ അതൊരു ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല. കോഡ് കിട്ടിയ സഹായിക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കോഡ് തരാം. ലെഫ്റ്റിൽ നിന്നും ലാസ, പാർലങ് സാങ്പോ, ലോഹിത്. റൈറ്റിൽ നിന്നും കമേങ്, മനസ്, തീസ്ത, സുബാൻസിരി. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ഇതാണ്. ഇത്ര മാത്രമെന്നല്ല, ബ്രഹ്മപുത്രയുടെ ആ ഇന്ത്യക്കകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ യാത്രയിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിനെയാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനെയും പറയുന്നില്ല, പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്. അപ്പൊ ശ്രദ്ധിക്കുക എന്തൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ലാസ. ലാസ ഐസ്ക്രീമിന്റെ ലാസയല്ല. ഈ ലാസയുടെ പ്രത്യേകത എന്താ? ലാസ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ടിബറ്റ്. ടിബറ്റ് ഓട്ടോണമസ് റീജിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാസയാണ്. അപ്പൊ ആ ഭാഗത്തോട് ഒഴുകുന്ന നദിയാണ്. പിന്നെ സാങ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ഡൗട്ട് ഒന്നും വേണ്ട. യാർലങ് സാങ്പോ എന്ന് അറിയപ്പെടുന്നു. പാർലങ് സാങ്പോ ഒരു ട്രിബ്യൂട്ടറി. ലോഹിത്, ഇതൊക്കെ എങ്ങനെ കോഡിലൂടെ പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം. കമേങ്, മനസ്, തീസ്ത. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ മനസ്, ആസാം ഭാഗത്ത് ടൈഗർ റിസർവ്, നാഷണൽ പാർക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക. മനസ് ഭാഗത്തൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ടോ ഇല്ലയോ കമന്റ് ആയിട്ട് പറയുക. ഇതുപോലെ തീസ്ത, സിക്കിമിലൂടെ ഒഴുകുന്ന ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലഡ്സ് ഉണ്ടാക്കുന്ന സിക്കിമിന്റെ ദുഃഖം, ദ സോറോ ഓഫ് സിക്കിം, അതല്ലേ തീസ്ത എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്.
കോഡ് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ ഓർത്തിരിക്കുക, സുബാൻസിരി ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര. നമ്മൾ സിന്ധുവിനെ പറ്റി പറഞ്ഞില്ലേ, ലോങ്ങസ്റ്റ് വേഴ്സസ് ലാർജസ്റ്റ്, ലോങ്ങസ്റ്റ് സത്ലജ് എന്നും ലാർജസ്റ്റ് ചെനാബ് എന്നും നമ്മൾ പറഞ്ഞു. ഇതുപോലെ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് സുബാൻസിരി. എന്താണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് സുബാൻസിരി. ഈ ബ്രഹ്മപുത്രയുടെ കോഡിലൂടെ പഠിക്കാം. പോകുന്നതിന് മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും അടുത്ത് ചോദിച്ച 2025 CGL ടയർ 1 ചോദ്യം പറയുകയാണ്. വളരെ സിമ്പിളാണ്. ലോഹിത് റിവർ അൾട്ടിമേറ്റ്ലി merges with which of the major river systems? ലോഹിത് റിവർ ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. ഓപ്ഷൻ നോക്കി, ഇൻഡസ്, യമുന, ബ്രഹ്മപുത്ര, ഗംഗ. നമുക്ക് ഉത്തരം അറിയാം ഇല്ലേ? ഉത്തരം അറിയാം, ബ്രഹ്മപുത്ര. അപ്പൊ അത്രേ ഉള്ളൂ. ഈ സാധനത്തിന്റെ പേര് റഫ്ലി ഓർത്തിരിക്കുക. ആ പേരിന്റെ കൂടെ ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സുബാൻസിരി ഇങ്ങനെ വരുന്നു, മനസ് ഇങ്ങനെ വരുന്നു, തീസ്ത ഇങ്ങനെ വരുന്നു, ലോഹിത് ഇങ്ങനെ വരുന്നു. ഈ കോഡും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും മാപ്പ് മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ബ്രഹ്മപുത്ര നദിയിൽ വെള്ളമില്ല. ബ്രഹ്മപുത്രയിൽ വെള്ളമില്ല. വൈശാലി സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ചങ്ങാതി തപസ് ചെയ്യാൻ പോകുന്നു, തപസ്സിളക്കാനായിട്ട് ഈ ചേച്ചി പോകുന്നു. ക്ലാസിക് പടം, MT ഭരതൻ ക്ലാസിക്കാണ്. വൈശാലി കാണാത്തവർ കാണണം കേട്ടോ. ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ തല്ലുമായിരുന്നു. അത് വേറൊരു കാര്യം, അവർക്ക് ഈ ക്ലാസിക്കാന്നുള്ള മനസ്സിലാവില്ല. പോട്ടെ, എന്തിനാന്നുള്ള ഞാൻ പറയുന്നില്ല. തിരിച്ചു വരാം. ബ്രഹ്മപുത്രയിൽ വെള്ളമില്ല. വെള്ളം വേണമെങ്കിൽ മഴ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് പറഞ്ഞതിൽ നദിയല്ലേന്ന് ചോദിക്കരുത്, കോഡാണ്. മഴ വേണം. അപ്പോൾ ബ്രഹ്മചാരി അതിനു വേണ്ടി തപസ് ചെയ്യുകയാണ്. ആരാണ്? ഒരു ബ്രഹ്മചാരി ബ്രഹ്മപുത്രയിൽ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി തപസ് ചെയ്യാണ്. ഈ ബ്രഹ്മചാരിയുടെ മനസ്സ് വളരെ ലോലമാണ്. പാവം, വളരെ ലോലമാണ്. ഈ ലോലമായ മനസ്സിൽ തീ കോരിയിടാൻ ഒരു സുന്ദരി വരുന്നു, ഒരു കാമിനി വരുന്നു. അതല്ലേ വൈശാലി സിനിമ. സിനിമയുടെ അവസാനം എന്ത് എഴുതി കാണിക്കും? ശുഭം. ഇതാണ് നമ്മുടെ കോഡ്. ബ്രഹ്മചാരിയുടെ ലോലമായ മനസ്സിൽ കാമിനി തീ കോരിയിട്ടു. സിനിമ കഴിഞ്ഞു, ശുഭം. ബ്രഹ്മചാരി, ബ്രഹ്മ, നമ്മൾ പറയുന്നത് ബ്രഹ്മപുത്രയെ പറ്റിയാണ്. ലോ എന്താണ്? ലോഹിത്. ഞാനിത് വരച്ച് വൃത്തിയേടാക്കുന്നില്ല. ലോഹിത്. ലാസ, ലോലമായ മനസ്സ്. ലോഹിത്തും ലാസിയും. ബ്രഹ്മചാരിയുടെ ലോലമായ മനസ്സ്. ബ്രഹ്മചാരിയുടെ ലോലമായ മനസ്സിൽ ആരാണ്? കാമിനി. കമേങ് റിവർ. കാമിനി തീ കോരിയിട്ടു. തീസ്ത തീ കോരിയിട്ടു. ശുഭൻസിരി ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. ബ്രഹ്മചാരിയുടെ ലോലമായ മനസ്സിൽ കാമിനി തീ കോരിയിട്ടു. ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറീസ് ആണ് ലോഹിത്, ലാസ, മനസ്, കാമിനി, കാമേങ്, തീസ്ത, ശുഭം, സുബൻസിരി ഈസ് ദ ലാർജസ്റ്റ്. കേട്ടോ. ഇനിയും ചെറിയ കുറച്ചുണ്ട് കേട്ടോ. എല്ലാം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട PYQലൊക്കെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളാ ഗ്രേറ്റ് ബെൻഡ് ഉണ്ടാക്കുന്നത്? ദ ഗ്രേറ്റ് ബെൻഡ് അതിമനോഹരമാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുന്ന സാധനം ഇങ്ങനെ വഴിമാറി ഒഴുകണമെങ്കിൽ ആളെ തടസ്സപ്പെടുത്തുന്ന ആരോ വേണം. അത്രേ ഉള്ളൂ. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. നമുക്കറിയാം നമ്മുടെ ഹിമാലയ ഭാഗം, ജോഗ്രഫി കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. ഇങ്ങനെ പോകുന്ന ഈ ഹിമാലയ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് യൂണിഫോം അല്ല. അപ്പൊ ഈ ഭാഗത്തൊക്കെ മലനിരകളുണ്ട്. എല്ലാത്തിനെയും തകർക്കാൻ ഈ ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവരുടെ വഴി മുടക്കി നിൽക്കുന്ന മുണ്ടക്കൽ ശേഖരൻ, നംച ബർവ, ഒരു മാസമായിട്ട് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നീലകണ്ഠൻ വഴിമാറടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞു. പക്ഷെ നടക്കണില്ല. ശേഖരൻ ഇത്തിരി കട്ടയാണ്. അതാണ് ഒരു ജിയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത്. പിന്നെയും കുറച്ച് റീസൺസ് ഉണ്ട്, അത്രയും ഓർത്തിരിക്കണ്ട. ഡ്യൂ ടു നാംച ബർവ ഈ സാധനം ഇവിടെ ഇടിച്ചു തിരിയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോ ഇവിടുത്തെ മുണ്ടക്കൽ ശേഖരനോട് വഴിമാറാൻ പറയാൻ മംഗലശ്ശേരി നീലകണ്ഠന് സാധിച്ചില്ല. അങ്ങനെ മനസ്സിലാക്കുക, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഒരു വലിയ ഇടുക്ക്, ഒരു ഗോർജ് ഉണ്ടാക്കുന്നുണ്ട്. ഡീപ് ഗോർജ് നിയർ, നോട്ട് ചെയ്യണേ, നിയർ നാംച ബർവ. നമ്മുടെ ടിബറ്റ് ഭാഗത്തുള്ള, അരുണാചൽ ബോർഡർ ടിബറ്റ് ഭാഗത്തുള്ള നാംച ബർവയിൽ വെച്ചൊരു യൂട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചെറുതല്ല, 7755 മീറ്റർ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഹിമാലയത്തിന്റെ ഹൈറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ നോക്കുക, ഹിമാലയത്തിന്റെ ഹൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുക.
അപ്പൊ ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗാർഡ്സിന് അങ്ങനെ ഹൈറ്റ് എനിക്ക് മാറിപ്പോയതല്ല, ഞാൻ നിങ്ങളോട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇത്ര വലുത് ഇത്ര ചെറുതെന്ന് അറിയാനാണ്. അപ്പൊ ചിലത് ഫീറ്റിൽ തരും, ചിലത് മീറ്ററിൽ പറയും. ഒന്നുകിൽ എല്ലാം മീറ്ററിൽ നോക്കുക അല്ലെങ്കിൽ എല്ലാം ഫീറ്റിൽ നോക്കുക. കേട്ടോ, 7755 മീറ്റർ. അപ്പൊ തീരെ ചെറുതല്ല. നാംച ബർവ. ക്ലിയർ ക്ലിയർ. അങ്ങനെ യൂട്ടേൺ അടിക്കുന്ന നദി എങ്ങോട്ടേക്ക് കയറുന്നു? അരുണാചൽ പ്രദേശിലേക്ക് കയറുന്നു. അപ്പൊ മൂപ്പരുടെ പേരാണ് സിയാങ് അല്ലെങ്കിൽ ദിഹാങ്. പാട്ടും പാടി സിംഗ് ചെയ്തുകൊണ്ട് കയറി. ക്ലിയർ. അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന് പറയുന്ന നഗരത്തിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്നു. അങ്ങനെ കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആള് പടിഞ്ഞാട്ട് ഒഴുകുന്നു. പടിഞ്ഞാട്ട് ഒഴുകുന്ന നദിയിലേക്ക് പതുക്കെ പതുക്കെ പോഷക നദികൾ വന്നു ചേരുന്നു, ലോഹിത് പോലെയുള്ള. അപ്പോഴാണ് മൂപ്പരുടെ പേര് മാറിയിട്ട് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. എന്നാൽ റീജിയണൽ നെയിംസ് ഉണ്ട്. എന്താണത്? അസാം ഭാഗത്ത് ലൂയിറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോഴത്തേക്കും ഗംഗയിലെ വെള്ളം കൂടെ വന്നിട്ടുണ്ട്, അത് പേര് മാറിയിട്ട് ജമുന എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഗംഗ, ജമുന, മേഘ്ന, അതിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ബ്രഹ്മപുത്ര ബേസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രധാനമായിട്ടും ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു നദിയല്ല, ചൈന ഭാഗത്ത് തുടങ്ങുന്ന ഒരു നദിയാണ്. ടിബറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ചൈനയാണ്. ഇത് നമുക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരാറുണ്ട്. ദാഗു, ജിയെക്സു, സാങ്മു, ജിയാച്ച, ഇതൊക്കെ ചൈന പണിതുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇതിന്റെ സ്റ്റാറ്റസ് ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ചൈനയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആണിത്. ഇന്ത്യയിലേക്കുള്ള വെള്ളത്തിനെ അവർ കാര്യമായിട്ട് കൺട്രോൾ ചെയ്യും. നമ്മൾ പാകിസ്ഥാനുമായിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഒരു പിടുത്തം പിടിക്കുമെന്ന് പറഞ്ഞില്ലേ? ചൈന പാകിസ്ഥാൻ ആളാണ്, ചൈന നമ്മുടെ ഫ്രണ്ടേ അല്ല. ക്ലിയർ. അരുണാചൽ അവരുടേതാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പിടുത്തം മുറുക്കാനായിട്ട് ബ്രഹ്മപുത്രയിൽ അവർ ഒരുപാട് പ്രൊജക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ വാർത്തയിൽ വരാറുള്ളതാണ് ഡാഗു, ജിയെക്സു, സാങ്മു, ജിയാച്ച. നോക്കിയാൽ മനസ്സിലാകും 1, 2, 3, 4 അവരുടെ കൺട്രോളിലുള്ള ടിബറ്റ് ഭാഗത്താണ്. ഇവിടെ പിടിമുറുക്കിയാൽ ഇങ്ങോട്ടുള്ള ഫ്ലോ കുറയും. ഇതൊരു പെരണിയൽ നദി ആയതുകൊണ്ട് ചെറിയ ഫ്ലോ മാറ്റമൊന്നും നമ്മൾ ബാധിക്കില്ല. പക്ഷേ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇന്ത്യ ചെയ്യുന്ന പോലെ ചൈനയ്ക്ക് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ. ഇവരുടെ ബേസിൻ എവിടെയൊക്കെയാണ്? റിവർ ബേസിൻ തുടങ്ങുന്നത് ടിബറ്റ്, അതുകൊണ്ട് ടിബറ്റ് ചൈന, ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ക്ലിയർ. ബംഗ്ലാദേശ് വഴി പോകുന്നു. ഇത്രയും നിങ്ങൾ ഓർക്കുക കേട്ടോ. അതായത് ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോകുന്നു. ഇതിനിടയ്ക്ക് ഈ ഭൂട്ടാൻ ഭാഗത്തും ചെറിയ ചെറിയ നദികളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഭൂട്ടാൻ ഭാഗത്തുള്ള നദികളും ഇതിലേക്ക് വന്നു ചേരുന്നുണ്ട്. സിന്ധു നദിയിലേക്ക് അഫ്ഗാനിസ്ഥാനിലുള്ള കാബൂൾ നദി വരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരുടെ ബേസിന്റെ വളരെ ചെറിയൊരു പോർഷൻ എവിടെയുണ്ട്? ഭൂട്ടാനിലുണ്ട്. പ്രധാനമായിട്ടും ടിബറ്റ്, ഇന്ത്യ, ബംഗ്ലാദേശ്. കുറച്ച് പോർഷൻ എവിടെയുണ്ട്? ഭൂട്ടാനിലുണ്ട്. ക്ലിയർ. ഇതാണ് ഓവറോൾ ഫിഗർ. വിത്തിൻ ഇന്ത്യ പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു അരുണാചൽ വഴി കയറുന്നു, അസാം വഴി വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. അതാണ് പ്രധാനമായിട്ട്. അരുണാചൽ വഴി കയറുന്നു, അസാം വഴി വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. എന്നിട്ട് ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞു. പക്ഷേ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളും കൂടെ നോക്കി വെക്കണം. ഇപ്പോ അസാമിന്റെ താഴെ കിടക്കുന്ന മേഘാലയ, തീസ്ത നദി ഉള്ളത് കൊണ്ട് സിക്കിം, തൊട്ടിപ്പുറ അരുണാചലിന് ഇപ്പുറം കിടക്കുന്ന നാഗാലാൻഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫ്ലോ നിങ്ങൾ ഇങ്ങനെ നോക്കി, ഈ ഒരു ഫ്ലോ നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലാകും അരുണാചൽ ഉണ്ട്, അസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്. ഇന്ത്യയുടെ ഈ ഒരു പോർഷനിൽ വെസ്റ്റ് ബംഗാൾ ഉണ്ട്. പ്രധാനമായിട്ടും അരുണാചലും അസാമും വെസ്റ്റ് ബംഗാളും. പക്ഷേ സിക്കിമുണ്ട്, തീസ്ത നദി, മേഘാലയ ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്. ഇവിടെ നിങ്ങളിതാ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചോളാം. ഇവിടെ മണിപ്പൂർ ഉണ്ടോ? ഇല്ല. മിസോറാം ഉണ്ടോ? ഇല്ല. ത്രിപുര ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രധാനമായിട്ടും വരുന്നത് അരുണാചലും അസാമും വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും അവരോട് ചേർന്ന് കിടക്കുന്ന നാഗാലാൻഡും മേഘാലയയും വരുന്നുണ്ട്. തീസ്ത നദി ഉള്ളത് കൊണ്ട് സിക്കിമും വരുന്നുണ്ട്. ഓർക്കുക കേട്ടോ. ബ്രഹ്മപുത്ര ഡ്രെയിനേജ് ബേസിൻ സ്പ്രെഡ്സ് അക്രോസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിൽ ഈ കാണുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. തെറ്റിക്കരുത്. ഓക്കെ. പലർക്കും നാഗാലാൻഡിന്റെ മണിപ്പൂരിന്റെ പൊസിഷൻ അറിയില്ല. നമ്മുടെ ഓൾറെഡി ഉള്ള കോഡുണ്ട് നാഗമാണിക്യം. നാഗം കഴിഞ്ഞിട്ടാണ് മാണിക്യം. വീണ്ടും പറയട്ടെ, നാഗമാണിക്യം എന്ന് പറയുമ്പോൾ ആളുകൾ മാണിക്യം നാഗത്തിന്റെ തലയിൽ, അപ്പോൾ മാണിക്യം മുകളിൽ, മണിപ്പൂർ മുകളിൽ എന്ന് ദയവ് ഇത് വിചാരിക്കരുത്. നാഗമാണിക്യം മനസ്സിലേക്ക് ഒന്നും വരണ്ട. നാഗം കഴിഞ്ഞാൽ മാണിക്യം, നാഗാലാൻഡ് കഴിഞ്ഞാൽ മണിപ്പൂർ. മണിപ്പൂരില്ല, മിസോറാം ഇല്ല, ത്രിപുര ഇല്ല. ഓക്കെ ആണല്ലോ? യെസ്. ഈ അടുത്ത് 2026 കത്തി നിൽക്കുന്ന ഒരു വാർത്ത. ഇത് തന്നെ ഇപ്പോൾ 2026 ജൂൺ മാസമാണ്. ഇപ്പോൾ ജൂലൈ മാസമാണല്ലോ. വൈ ചൈനാസ് ന്യൂ മെഗാ ഡാം ഓൺ ബ്രഹ്മപുത്ര ഈസ് വറിയിങ് ഇന്ത്യ.
മെഗാ ഡാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ചൈന ഈസ് ബിൽഡിംഗ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം. നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നമ്മളോട് ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എവിടെയാണ്? അത് യാർലങ് സാങ്പോയിലാണ്, ടിബറ്റിലാണ്. ഇന്ത്യയിൽ നിന്നും വെറും 50 കിലോമീറ്റർ മാറി കിടക്കുന്ന ഈ ഡാം നമ്മുടെ ബ്രഹ്മപുത്രയിലാണ്. ക്ലിയർ? ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു ഡാം ഈ ഒരു ബെൻഡിനോട് ചേർന്നിട്ടാണ് അവർ പറയുന്നത്. ഈ ഒരു ബെൻഡിനോട് ചേർന്നിട്ട് അവർ പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയിലോ മറ്റോ കണ്ടൊരു ആർട്ടിക്കിളാണ്. ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ. ഒന്ന് ഓടിച്ചു വായിച്ചേ, ഞാൻ സ്പീഡിൽ വായിക്കുകയാണ്, എല്ലാവരും കാണാൻ പറ്റുന്നത് വിചാരിക്കുന്നു. ഒറിജിനേറ്റിംഗ് ഫ്രം ദ ആങ്സി ഗ്ലേഷ്യർ അല്ലെങ്കിൽ ചമിങ്ഡിൻ നമ്മൾ പറഞ്ഞു. നിയർ ദ നോർത്തേൺ സ്ലോപ്പ് ഓഫ് ദ ഹിമാലയാസ് ക്ലോസ് ടു ദ ലേക്ക് മാനസരോവർ തടാകത്തിനോട് ചേർന്ന്, ടിബറ്റിൽ കൈലാസത്തിനോട് ചേർന്ന് തുടങ്ങുന്ന നദിയുടെ പേരാണ് യാർലങ് സാങ്പോ. എത്രയോ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അരുണാചലിലേക്ക് വരുമ്പോൾ റീജിയണൽ നെയിം സിയാങ് സിംഗ് പാട്ടും പാടി വരുന്നു. ബ്രഹ്മപുത്രയിൽ അസാമിൽ ലൂയിറ്റ് അല്ലെങ്കിൽ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നു. അങ്ങനെയുള്ള അതിന്റെ ആ ഒരു നീണ്ട യാത്രയിൽ എത്ര കിലോമീറ്റർ യാത്രയാ? എല്ലാ ക്ലാസിന്റെയും തുടക്കത്തിൽ ഞാൻ ആ കിലോമീറ്റർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 2900 കിലോമീറ്റർ. കമ്പയർ വിത്ത് സിന്ധു. ആരാണ് വലുത് എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പൊ ഏറ്റവും വലിയ നദി നമുക്ക് മനസ്സിലാവും. ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചോദിക്കുന്നതെങ്കിൽ പണിപാളും. കാരണം ഇന്ത്യയിലൂടെ സിന്ധു കംപ്ലീറ്റ് ഒഴുകുന്നില്ല, ബ്രഹ്മപുത്രയും കംപ്ലീറ്റ് ഒഴുകുന്നില്ല. അപ്പൊ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ബ്രഹ്മപുത്രയുടെ 2900 കിലോമീറ്റർ ജേർണി തുടങ്ങുകയാണ്. ആദ്യം അത് ഒഴുകുന്നത് എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. ടിബറ്റൻ പീഠഭൂമിയിലൂടെ കിഴക്കോട്ട് ഒഴുകി ഹിമാലയത്തിന്റെ ഒരു എഡ്ജിൽ ചെല്ലുമ്പോൾ ആളി കൂട്ടാനെടുക്കുന്നു. കാരണം മുണ്ടക്കൽ ശേഖരൻ 7782 മീറ്റർ മുണ്ടക്കൽ ശേഖരനാണ്. നാംച ബർവ വഴി മാറുന്നില്ല. അങ്ങനെയാണ് ദ ഗ്രേറ്റ് ബെൻഡ് യു ടേൺ എടുക്കുന്നത്. ദ ഗ്രേറ്റ് ബെൻഡ്. ക്ലിയർ? വായിച്ചു നോക്കണേ. വൺ ഓഫ് ദ ഷാർപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പെക്ടാക്യുലർ റിവർ ബെൻഡ്സ് ഓൺ എർത്ത്. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് തരാം. ദ ഗ്രേറ്റ് ബെൻഡ്, one of the sharpest and most spectacular river bends on earth, is associated with which of the following rivers? ഇങ്ങനെ തന്നെ ചോദിക്കാം. ഉത്തരം എന്താണ്? ബ്രഹ്മപുത്ര. യു-ടേൺ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. യു-ടേൺ. അപ്പൊ നമ്മുടെ കോഡ് എന്തായിരുന്നു? വൈശാലി സിനിമ, ബ്രഹ്മചാരി, ലോലമായ മനസ്സിൽ കാമിനി തീ കോരിയിട്ടു, ശുഭം, സുബൻസിരി, ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമ്മൾ ബ്രഹ്മപുത്രയുടെ അവസാനത്തേക്ക് എത്തുകയാണ്. ബ്രഹ്മപുത്ര ഫ്ലോസ് ത്രൂ ബംഗ്ലാദേശ്. കർണാടക, അരുണാചൽ പ്രദേശ്, അസം, പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ ഒഴുകി. വെസ്റ്റ് ബംഗാൾ ഈ ഭാഗത്തുനിന്നോ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ബംഗ്ലാദേശിൽ അത് ജമുന എന്നറിയപ്പെടുന്നു. ജമുന. ക്ലിയർ? വെസ്റ്റ് ബംഗാൾ വഴി ഇവിടെ നിന്ന് വരുന്ന മറ്റൊരു ഹിമാലയൻ നദിയായിട്ടുള്ള ഗംഗയെ പറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അത് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നുള്ള പേരിലാണ്. അതായത് ജമുന എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയും പത്മ എന്നറിയപ്പെടുന്ന ഗംഗയും കൂടെ ചേരുന്നു. അങ്ങനെ ബ്രഹ്മപുത്ര ഗംഗ ഡെൽറ്റ, റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ട് റിവർ ഡെൽറ്റ ഉണ്ടാക്കുമ്പോൾ ലോകത്തിലെ 2 വലിയ റിവർ സിസ്റ്റംസാ. ദസ് ദേ ഫോം ദ ലാർജസ്റ്റ് റിവർ ഡെൽറ്റ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ റിവർ ഡെൽറ്റ. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രദേശമാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഭാഗത്തും പഴയ ഈസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ് ഭാഗത്തുമായിട്ട് കിടക്കുന്നു. ബംഗ്ലാദേശ് ഈ ഭാഗത്ത് ഒരുപാട് മരങ്ങളുണ്ട്. ആ മരത്തിന്റെ പേര് സുന്ദരി മരം എന്നാണ്. എന്താണ്? സുന്ദരി ട്രീസ്. അങ്ങനെ സുന്ദരി മരങ്ങൾ ഉള്ളത് കൊണ്ട് ആ പ്രദേശം ദ സുന്ദർബൻസ് എന്നറിയപ്പെടുന്നു. റോയൽ ബംഗാൾ ടൈഗറിന്റെ ആവാസ വ്യവസ്ഥ. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. റോയൽ ബംഗാൾ ടൈഗറിന്റെ ആവാസ വ്യവസ്ഥ. ക്ലിയർ ആണോ? ഈ സുന്ദർബൻസ് ഇന്ത്യയിലെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക. സുന്ദർബൻസ് എന്ന് പറയുന്നതിന്റെ ചെറിയ പോർഷൻ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അതിന്റെ കൂടുതൽ പോർഷൻ എവിടെയാണ് കിടക്കുന്നത്? ബംഗ്ലാദേശിലാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഡെൽറ്റ. ബ്രഹ്മപുത്ര എന്ന ജമുനയും ഗംഗ എന്ന പത്മയും ചേരുമ്പോൾ മേഘന ഉണ്ടാകുന്നു. മേഘനയിലേക്ക് വേറൊരു നദിയും കൂടെ വരുന്നുണ്ടോ, ബരാക് സുർമ. അത് മനസ്സിലാകണമെങ്കിൽ ഗംഗ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബ്രഹ്മപുത്രന്റെ കഥ അവസാനിച്ചു.
അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ സിന്ധുവിനെ പറ്റിയും ബ്രഹ്മപുത്രയെ പറ്റിയും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ആരെ പറ്റി പറഞ്ഞു തരുള്ളൂ? ഗംഗയെ പറ്റി പറഞ്ഞു തരുള്ളൂ. ഗംഗ പഠിക്കാനും നമുക്ക് കോടുണ്ട്. ഗംഗ തുടങ്ങുന്നത് എവിടെയാണ്? നിങ്ങൾ നോക്കൂ ഉത്തരാഖണ്ഡ് പോർഷൻ ഇന്ത്യക്കകത്താണ്. ഗംഗ പ്രധാനമായിട്ടും ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് നദികളുണ്ട്. യമുന, ഗാഗ്ര, ഗണ്ഡ, കോസി. പ്രധാനമായിട്ടും ഇന്ത്യയിൽ തുടങ്ങി ഇന്ത്യയിലോട് ഒഴുകി ഒടുവിൽ ബംഗ്ലാദേശ് വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അകത്തോട് ഒഴുകുന്ന നദി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന സിന്ധുവുമായിട്ടും ബ്രഹ്മപുത്രയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ലെങ്ത് കുറഞ്ഞ 2525 ഗംഗയാണ്. ഈ ഗംഗയ്ക്ക് ഇന്ത്യൻ ചരിത്രത്തിലുള്ള പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലേറ്റർ വേദിക് പീരീഡിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തതും ഗംഗയുടെ തീരത്ത് ഇരുമ്പ് വരുന്നത്, ഗംഗാ യമുനയുടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ദോവാബ്, ഗംഗാ യമുന ഭാഗത്ത് പിന്നെ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നു. ജനപദങ്ങൾ, മഹാജനപദങ്ങൾ. മഗധയുടെ ഹർഷനാണ് മൂഷികൻ, അതായത് ഹര്യങ്ക മുതൽ കൻവാട രാജവംശം വരെ, ഇതിനിടയ്ക്ക് മൗര്യന്മാർ, അശോകൻ, അങ്ങനെ ഏൻഷ്യൻ ഇന്ത്യൻ ചരിത്രം ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഗംഗയ്ക്ക് ഇന്നും ഇന്ത്യയിലുള്ള പ്രാധാന്യം നിങ്ങൾക്കറിയാം. നമാമി ഗംഗ പോലുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ നാഷണൽ റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഗയാണ്. ഏത് വർഷമാണ് ഗംഗ ഇന്ത്യയുടെ നാഷണൽ റിവർ ആയത്? ഇതും നിങ്ങൾ കമന്റിൽ പറയുക. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? യെസ്. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. GK സിംപ്ലിഫൈഡ് എന്ന് തന്നെയാണ് ടെലിഗ്രാമിന്റെ പേര്. സ്കാൻ ചെയ്യാം. കേന്ദ്രം ബാൻ ചെയ്യില്ല എന്ന് വിചാരിക്കാം. ഓരോ പരീക്ഷയ്ക്ക് പേപ്പർ ലീക്ക് ആകുമ്പോഴും പരീക്ഷയുടെ പേപ്പർ ലീക്ക് നിർത്താതെ ടെലിഗ്രാം ബാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാൻ ചെയ്യില്ല എന്ന് വിചാരിക്കാം. പിന്നെ ടെലിഗ്രാമിൽ എന്നോട് ചോദിച്ചു, ഈ ഡോക്യുമെന്റിന്റെ താഴെ ലിങ്ക് കൊടുക്കാമോ, ടെലിഗ്രാമിലേക്ക് വരാൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ടെലിഗ്രാമിൽ ഈ കണ്ടന്റ് മാത്രമല്ല, നമ്മൾ ഒരുപാട് പോൾസ് മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതും കൊണ്ടോടെ കൂടിയാണ് നിങ്ങളോട് ടെലിഗ്രാമിലേക്ക് വരാനായിട്ട് പറയുന്നത്. കൂടുതൽ ഡിസ്കഷൻസ്, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ അവിടെ നടത്താം കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. ബ്രഹ്മപുത്ര കഴിയുകയാണ്. സിന്ധു കഴിഞ്ഞു, ബ്രഹ്മപുത്ര കഴിഞ്ഞു, ഗംഗ കഴിയും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലർ നദികളിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ പഠിക്കട്ടോ. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.